أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരിശുദ്ധ റമദാൻ മാസവും ആ മാസത്തിലെ നോമ്പും ഒരു അതിഥി എന്ന നിലയിലാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ റമദാനിനെ വെൽക്കം ചെയ്യാൻ, അതിനെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ആലോചന ഈ ഒരു സമയത്ത് മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ വീടുകളും അതേപോലെ തന്നെ ആരാധനാലയങ്ങളും പള്ളികളുമെല്ലാം അതിൻ്റെ പരിസരവും നോമ്പിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇരു ലോകത്തും വിജയമുണ്ടാകണമെങ്കിൽ തീർത്തും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധിപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുക മാത്രമേ അവൻ്റെ മുമ്പിലുള്ള മാർഗം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയാണെങ്കിൽ മാത്രമേ അവന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ നോമ്പ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എന്തിനാണ് നോമ്പ്? എന്നതിൻ്റെ ഉത്തരം അല്ലാഹു അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സത്യവിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുമ്പുള്ള സമൂഹത്തിലും ഈ ഒരു രീതിയിലല്ലെങ്കിലും മറ്റൊരു രീതിയിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. അതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. അത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ. സൂക്ഷ്മത എന്നതാണ് വിശ്വാസം. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനാണ് ഇത്തരത്തിലുള്ള ആരാധനകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭം
അതിലെ എണ്ണിയിട്ടുള്ള ഒന്നാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക എന്നത്. നോമ്പെടുത്തുകൊണ്ട്, നോമ്പ് കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ അകവും പുറവും തീർത്തും വിശുദ്ധമാക്കുന്നതിന് വേണ്ടി, അതിലൂടെ സ്വർഗം നേടുന്നതിന് വേണ്ടി, ഇരുലോകത്തും വിജയിക്കുന്നതിന് വേണ്ടി ശഹ്റു റമദാൻ, പരിശുദ്ധമായ റമദാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം. അതുകൊണ്ട് ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ, ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ആരെങ്കിലും ജീവനോടെ നിലനിൽക്കുന്നുവെങ്കിൽ ഫൽയസുംഹു, ആ മാസത്തെ മുഴുവനും അവൻ നോമ്പാക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ എന്തിനാണ് നോമ്പ്? നമ്മൾ വിശുദ്ധി കൈവരിക്കുന്നതിനോട്, അതിലൂടെ ഈഹപര ജീവിതം നമുക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 11 മാസത്തെ നമ്മുടെ അടുക്കും ചിട്ടയുമില്ലാത്ത നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഒരു മാസം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് ഒരു ഒഴുക്കാണ്. ആ ഒഴുക്കിനിടയിൽ 11 മാസത്തെ ഒഴുക്കിൽ പല വിധത്തിലുള്ള പരിക്കുകളും നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. ശക്തമായ കുത്തിയൊഴുക്കാണ് കഴിഞ്ഞ 11 മാസവും. ആ 11 മാസത്തെ ജീവിതത്തെ നമ്മളൊന്ന് പിറകോട്ട് ഒന്ന് ചിന്തിച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഒട്ടനേകം അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഇൻഡിവിജ്വലായി, കുടുംബത്തിൽ, ഇങ്ങനെ ഓരോരുത്തർക്കും ശാരീരികമായി, സാമ്പത്തികമായി, നമ്മുടെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ജീവൻ തുല്യം സ്നേഹിച്ച പലരും നമ്മോട് വിട പറഞ്ഞതിൻ്റെ വ്യഥ, അതിൻ്റെ പ്രയാസം, അതിൻ്റെ ദുഃഖം, ഇതൊന്നും നമ്മളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഇതിനേക്കാളപ്പുറം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കൺമുമ്പിൽ നമ്മളെപ്പോലെ ജീവനും മജ്ജയും മാംസവുമുള്ള നമ്മുടെ സഹോദരങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, അതിലൂടെ നഷ്ടപ്പെടുന്ന കുടുംബത്തിൻ്റെ അടിത്തറ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമാണ്. വീട്ടിലെ സ്വന്തം നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ മുഖേനയുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വളരെ പ്രയാസകരമായ, നമ്മയൊക്കെ വേദനിപ്പിക്കുന്ന, ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാൻ അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ, കേവലം മണിക്കൂറുകൾ മാത്രം പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ ബാക്കി നിൽക്കുമ്പം, നമ്മളെല്ലാവരും ഈ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ വിശ്വാസ മനസ്സുകളും അങ്ങേയറ്റത്തെ വേദനയിലും സങ്കടത്തിലുമാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. അത്രമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ പിടിച്ചു കെട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൂട്ടായ പരിശ്രമങ്ങളിലൂടെ, കൂട്ടായ മഹല്ലി അടിസ്ഥാനത്തിൽ കൂട്ടായ പരിശ്രമം ഇതിനനിവാര്യമാണ്. എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട്, ഒന്നിച്ചൊന്നായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടേ മതിയാകൂ. ഈ പരിശുദ്ധ റമദാന് നമ്മൾക്കതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ ഒന്നിച്ചൊന്നായി പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുക. അതോടൊപ്പം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം കൃത്യമായി പാരായണം ചെയ്യുക. അള്ളാഹുവിൻ്റെ പള്ളികൾ പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞ് കവിയണം. തറാവീഹ് നമസ്കരിക്കാത്ത നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ച് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നോമ്പ് തുറന്ന്
അതിനുശേഷം നേരം വെളുക്കുന്നതുവരെ അങ്ങാടികളിൽ ചെലവഴിക്കുന്ന, കവലകളിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ മക്കൾക്കുണ്ടാകരുത് എന്ന് തീരുമാനമെടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഇവിടെ നിന്ന് നമ്മൾ അറിയണം, 8 വയസ്സ് മുതൽ 25-30 ഇടയിൽ ഉള്ള മുഴുവൻ നമ്മുടെ മക്കളും കൃത്യമായി പള്ളിയിലെത്തുന്നുണ്ടോ, കൃത്യമായി നോമ്പെടുക്കുന്നുണ്ടോ, കൃത്യമായി ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ പരസ്പരം ചേർത്തു പിടിച്ചുകൊണ്ട് ഒന്നിച്ചിരുത്തി ഒന്നിച്ചൊന്നായി സന്തോഷം കൈയാളുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ 11 മാസം. ഈ കഴിഞ്ഞ 11 മാസക്കാലത്തിനിടയിൽ ഇന്നിൻ്റെ ഈ ഒരു സമയം വരെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഒരുപാട് പ്രശ്ന സങ്കീർണതകൾ നമ്മൾക്ക് വ്യക്തിപരമായി, നമ്മുടെ കൗടുംബികമായി, നമ്മുടെ രാജ്യത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ശാരീരികമായും മാനസികമായും തളർത്തിയിട്ടുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളും നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. താളഭംഗം വന്നിട്ടുണ്ട്. ഈ താളഭംഗം വന്നതിനെ താളാത്മകമാക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കണം. 11 മാസത്തിന് ശേഷം 1 മാസം നോമ്പെടുക്കണം എന്ന് നിർബന്ധിച്ചത് താളഭംഗം വന്നിട്ടുള്ള എല്ലാ മേഖലകളെയും താളാത്മകതയിലേക്ക് നയിക്കേണ്ടതിനു വേണ്ടിയാണ് എന്ന് നമ്മൾ അറിയണം. അതിലൂടെ നമ്മുടെ സകലമാന പാപങ്ങളെയും പൊറുക്കപ്പെട്ടുകൊണ്ട് അതുവഴി സ്വർഗം നേടുന്നതിന് വേണ്ടി മാത്രമാണ് പരിശുദ്ധ റമദാനിൽ നോമ്പ് എടുക്കണം എന്ന് നിർബന്ധം വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുക. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി. മൻ സ്വാമ റമളാന, റമളാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പെടുക്കുകയും അത് വെറുതെയല്ല, വഹ്തിസാബൻ ഈമാനൻ വഹ്തിസാബൻ വിശ്വാസത്തോടുകൂടി, ഈമാനോടുകൂടി നോമ്പെടുക്കണം, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കണം. അങ്ങനെ ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി അതാഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അത്രയും അല്ലാഹു തആല പൊറുത്തു കൊടുക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരിച്ചു കളയുക എന്നാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുകയാണ്. നമ്മുടെ പാപങ്ങളെ അത്രയും, നമ്മൾ ചെയ്തു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളെയും കരിച്ചു കളയുകയാണ് ഈ റമളാനിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് ഓരോ വർഷവും ഇതിങ്ങനെ ആവർത്തിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം, അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഒരനുഗ്രഹമാണ്. ഈ ഓരോ വർഷവും ഇതിങ്ങനെ ആവർത്തിച്ചു വരുന്നു എന്നത്. 11 മാസക്കാലം നമ്മുടെ സഞ്ചാരം, അപ്പത്തെ സഞ്ചാരം, വഴിതെറ്റിയിട്ടുള്ള ഇടപെടലുകൾ, നമ്മൾക്ക് സംഭവിച്ചു പോയതിനെ കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിച്ചു മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാൻ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ഈ അനുഗ്രഹീതമായ ഈ ഒരു റമളാൻ മാസത്തിൽ ആത്മാർത്ഥമായി നമ്മൾ നോമ്പെടുക്കണം. അത് മുഖേന സകലമാന പാപങ്ങളെയും അതിനെയൊക്കെ കരിച്ചു കളയാൻ കിട്ടുന്ന ഈ ഒരു സന്തോഷമായ ഒരു മുഹൂർത്തം, അത് നമ്മൾ അതിൻ്റെതായ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെലവഴിക്കണം എന്ന് നമ്മൾ അറിയുക. മഹാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീൻ പറയാൻ പറഞ്ഞ ഒരു സാഹചര്യമുണ്ടായി. അത് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഈദൽ മിമ്പർ, റസൂലുള്ളാഹി മിമ്പറിൽ കയറി, എന്നിട്ട് ഫഖാല ആമീൻ 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 എന്ന് 3 വട്ടം റസൂലുള്ളാഹി ആമീൻ എന്ന് പറയുകയുണ്ടായി. ഫഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആമീൻ ആമീൻ ആമീൻ? ഹീന സഅദൽ മിമ്പറ ഖുൽത ആമീൻ,
എന്തുകൊണ്ടാണ് താങ്കൾ മിമ്പറിൽ കയറി ആമീൻ ആമീൻ എന്ന് 3 വട്ടം ആമീൻ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആതാനി, എന്റെ സന്നിധിയിൽ വന്നു, ഫഖുൽ ആമീൻ, ഫഖുൽ എന്ന് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ അദ്റക ശഹ്റു റമളാൻ, റമളാൻ മാസം വന്നെത്തിയിട്ട് ഫലം യുഗ്ഫർ ലഹു, അത് പാപം പൊറുക്കപ്പെടാൻ അത് ഉപയോഗിച്ചില്ല. ഒരു മാസം 11 മാസത്തിന് ശേഷം ഒരു മാസം നമ്മൾക്ക് റമളാനിലൂടെ സഞ്ചരിക്കാൻ അവസരം കിട്ടിയിട്ട് നമ്മുടെ പാപങ്ങൾ അത്രയും കഴുകിക്കളയാൻ ഒരു സന്ദർഭം കിട്ടിയിട്ട് ഫലം യുഗ്ഫർ ലഹു, അത് ഉപയോഗപ്പെടുത്തിയില്ല. പാപങ്ങൾ നീക്കം ചെയ്യാൻ ആ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവൻ നരകത്തിലാകുന്നു. അല്ലാഹു അതിവിദൂരത്തേക്ക് അവനെ തള്ളിവിട്ടിരിക്കുന്നു. അതുകൊണ്ട് നബിയെ ഖുല്ലാമീൻ, അതുകൊണ്ട് നബിയെ ആമീൻ പറയണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെ ഓർമ്മിപ്പിച്ചു. ഇത് ഈ സംഭവം നമ്മൾ അറിയേണ്ടത്, കിട്ടിയ സന്ദർഭം ഉപയോഗപ്പെടുത്താതെ താൻ തോന്നിയായി ജീവിച്ചതിൻ്റെ ഫലം എന്ന് പറയുന്നത് നരകമാണ് എന്ന് നമ്മൾ അറിയണം. നമ്മൾക്ക് നോമ്പെടുക്കാനുള്ള അവസരം കിട്ടിയിട്ട് ആ റമളാനിലെ ചൈതന്യം, അതിൻ്റെ പവിത്രത അത് കളഞ്ഞു കുളിച്ചാൽ നമ്മൾക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട് വട്ടപൂജ്യമായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ അറിയണം. അപ്പൊ റമളാനിലെ നോമ്പ് സന്നിഗ്ധമായ ഈ ഒരു സാഹചര്യത്തിൽ, സമാഗതമായി കഴിഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താ? ഒന്ന് നിയ്യത്ത്. നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനമെടുക്കുക. റമളാൻ ഇതാ കടന്നു വരുന്നു, മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. എനിക്ക് നന്നാകാൻ, എനിക്ക് സ്വർഗം നേടിയെടുക്കാൻ ഇതാ എനിക്കൊരവസരം അല്ലാഹു എനിക്ക് കനിഞ്ഞരുളിയിട്ടുണ്ടു. കഴിഞ്ഞ വർഷം റമളാനിൽ നോമ്പെടുത്ത് നമ്മോടൊപ്പം നോമ്പ് തുറന്ന ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അടുത്ത വർഷം ആർക്കെല്ലാം നോമ്പ് ജീവിക്കാൻ കഴിയുമെന്നറിയില്ല. പലരും നമ്മോട് വിട പറഞ്ഞു, നമ്മളും വിട പറയേണ്ടി വരും. ഈ ഒരു ഉത്തമ ബോധ്യമാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് റമളാനിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോ നമ്മൾ ഒന്നാമതായി നമ്മൾ നിയ്യത്തിലേക്ക്, ചിന്തയിലേക്ക്, വിചാരത്തിലേക്ക്, റബ്ബേ കനിഞ്ഞരുളണേ റബ്ബേ, ഈ പരിശുദ്ധമായ റമളാനിലെ 30 ദിനരാത്രങ്ങളാണെങ്കിൽ അതത്രയും നോമ്പെടുത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് ഏറ്റവും ശുദ്ധ മനസ്കനായ ഒരാളായി എനിക്ക് മാറണം എന്ന് നമ്മൾ സ്വയം ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. 2, നമ്മൾ ഈ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അരയും തലയും മുറുക്കി കെട്ടി നമ്മളിതാ എല്ലാം അല്ലാഹുവിൽ സമർപ്പിതമായ ഒരു ജീവിതം, അതിനുവേണ്ടി നമ്മളിതാ രംഗത്തേക്ക് വരികയാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ടത് താൻ ചെയ്ത പാപങ്ങൾ അത്രയും അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിനു പറ്റിയ ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നേ പറ്റൂ എന്നതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സൗമു ജുന്ന, നോമ്പ് എന്ന് പറയുന്നത് അതൊരു പരിചയാണ്. അത് നരകത്തിൽ നിന്നും നമ്മെ അകറ്റാൻ പരിശുദ്ധമായ റമളാനിലെ നോമ്പിന് സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്നബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സഈദിൽ ഖുദരി പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ റസൂലുള്ള പറഞ്ഞത്? മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശ്വാസത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ, അവന്റെ മുഖം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റുന്നതാണ്. എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
അതിൻ്റെ വൈദൂരം അറിയുമോ നിങ്ങൾക്ക്? 70 ഖരീഫൻ എന്ന് ഹദീസിൽ കാണാം. 70 വർഷത്തിൻ്റെ വഴിദൂരം. അത്രയും വിദൂരത്തേക്ക് നരകത്തിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ. എത്ര കൃത്യമാണ്! അതുമാത്രമല്ല പ്രവാചകൻ പറഞ്ഞത്, നോമ്പുകാർ റയ്യാനിലൂടെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടം. ഇന്ന ഫിൽ ജന്നത്തി ബാബു, സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്. യുഖാലു ലഹു അർ-റയ്യാൻ, അതിന് നൽകിയിട്ടുള്ള പേര് റയ്യാൻ എന്നാണ്. ആ റയ്യാൻ ആർക്കുള്ളതാണ്? യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആ റയ്യാനിലൂടെ പ്രവേശിക്കുന്നതും അതിലൂടെ കടന്നു പോകുന്നതും കൃത്യമായി നോമ്പെടുത്തിട്ടുള്ള, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി, നിഷ്കപടമായി നോമ്പെടുത്തിട്ടുള്ള നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന ഒരു പ്രവേശന കവാടത്തിന്റെ പേരാണ് എന്ത്? റയ്യാൻ. ആ റയ്യാനിലൂടെ കയറാൻ ലാ യദ്ഖുലു മഅഹും അഹദുൻ ഗൈറഹും, മറ്റൊരാൾക്കും അതിലൂടെ പ്രവേശിക്കാൻ സാധ്യമല്ല. ആ ഒരു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തീർച്ചയായും ആ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് വരാൻ പോകുന്ന റമളാൻ, ആ റമളാനിനെ അതിനെ ജീവസുറ്റതാക്കണം, അതിനെ ചൈതന്യവത്താക്കി മാറ്റണം. എല്ലാ അർത്ഥത്തിലും മാനസികമായി, ശാരീരികമായി നമ്മൾ പ്രതിജ്ഞാബദ്ധമാകണം. എങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏതു സമയത്തും നമ്മളിലേക്ക് വർഷിക്കും എന്ന് നമ്മൾ അറിയണം. മാത്രമല്ല, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ നമ്മൾ നോറ്റ നോമ്പ് മുമ്പിലുണ്ടാകും എന്നത് പ്രവാചകൻ പഠിപ്പിച്ചതാ. അസ്വിയാമു വൽ ഖുർആൻ, നോമ്പ് മാത്രമല്ല പരിശുദ്ധ ഖുർആനും നമുക്ക് സാക്ഷി പറയാനുണ്ടാകണം. അതിനെന്തു വേണം? അത് രണ്ടും യശ്ഫിയാനി, അത് രണ്ടും ശുപാർശകാരായി നാളെ പരലോകത്ത് യൗമൽ ഖിയാമയിൽ എത്തിച്ചേരും. ലിഅബ്ദിൻ, എല്ലാ ഓരോ അടിമക്കും യഖൂലു സിയാം, ആ നോമ്പുകാരൻ എന്താ പറയാ? റബ്ബി ഇന്നി മനഅതുഹു അത്ആമ വശഹവാത്, പടച്ചോനെ നോമ്പ് പറയാ. നാളെ പരലോകത്ത് വെച്ച് നോമ്പ് വിളിച്ചു പറയും, റബ്ബി റബ്ബേ ഇന്നി മനഅതുഹു അത്ആമ വശഹവാത്, ഞാൻ ഭക്ഷണം ഉപേക്ഷിച്ചു. മാത്രമല്ല എനിക്ക് പകലിൽ എല്ലാവിധ ദേഹേച്ഛകളിൽ നിന്നും വിട്ടുനിന്ന് ഇയാളെ കൃത്യമായി നോമ്പെടുത്ത, അതിന് പര്യാപ്തമായ ഒരവസ്ഥയിലേക്ക് വന്ന ഒരാളാണ് എന്ന് ഞാൻ നോറ്റ നോമ്പ്, നിങ്ങൾ നോറ്റ നോമ്പ് നാളെ അള്ളാഹുവിനോട് സാക്ഷി പറയുമെന്ന് നോമ്പും പറയും, അതുപോലെ ഖുർആനും പറയും. ഉറക്കമൊഴിച്ച് എന്നെ പാരായണം ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആനും വിളിച്ചു പറയും. ഈ ഒരു ശഫാഅത്ത് നമ്മൾക്ക് കിട്ടണോ എങ്കിൽ നമ്മുടെ നോമ്പിന് ജീവൻ വേണം, നമ്മുടെ നോമ്പിന് ജീവൻ ഉണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹു ഒരു ഖുദ്സിയായ ഹദീസിലൂടെ ബോധ്യപ്പെടുത്തിയത്, അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, അതിന് കൂലി നിശ്ചയിക്കുന്നത് ഞാനാണ് എന്ന് ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം. ഇതിൻ്റെയൊക്കെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്തുമാത്രം പവിത്രമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടാണ് പരിശുദ്ധ റമളാനിനെ നമ്മൾ വരവേൽക്കേണ്ടത്. തീർത്തും ജീവനുള്ള നോമ്പെടുക്കാൻ, പരമാവധി ഖുർആൻ പാരായണം ചെയ്യാൻ, പരമാവധി പരിശുദ്ധ പള്ളിയുമായി എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളിലും, അതുപോലെ രാത്രിയിലെ തറാവീഹ് നമസ്കാരങ്ങളിലും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചൊന്നായി എല്ലാറ്റിലും പങ്കെടുത്ത് ഒരു ജീവനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതിനുള്ള അവസരമാണ് നിയ്യത്തോടുകൂടി, തൗബയോടുകൂടി അതിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുമുൽ ഹിലാല ഫസൂമു വഇദാ റഅയ്തുമുഹു ഫഅഫ്തിറു ഫഇൻ ഗുമ്മ അലൈക്കും ഫസൂമു 30 യൗമൻ. പരിശുദ്ധ റമദാൻ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദാ റഅയ്തുമുൽ ഹിലാല, ഹിലാൽ കണ്ടാൽ, പിറവി കണ്ടാൽ, ഫസൂമു, നിങ്ങൾ നോമ്പെടുക്കണം. പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കണം. ഫൈൻ ഹുമ്മ, കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചാൽ, കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെടുന്ന ഒരു സാഹചര്യം, മാസം പിറവി കാണാതെ വന്നാൽ, ഫഅക്മിലു 30, നിങ്ങൾ 30 പൂർത്തിയാക്കിയിട്ട് പിന്നെ നോമ്പെടുക്കണം, അല്ലെങ്കിൽ നോമ്പ് മുറിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ദർശനം അല്ലെങ്കിൽ പിറവി കാണുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ ഇന്നു മുതൽ നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. വെള്ളിയാഴ്ച ഇന്ന് നോമ്പെടുത്ത ആളുകൾ നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഒറ്റപ്പെട്ട കേരളീയരൊക്കെ ഇന്നും നോമ്പുണ്ട്. നാളെ നോമ്പ് ഉറപ്പിച്ചവരുണ്ട്, മറ്റന്നാൾ സംശയമുള്ളവരുണ്ട്, തിങ്കളാഴ്ച ഉറപ്പായിട്ടും നോമ്പാകും എന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ ഒക്കെയാണ് നോമ്പിൻ്റെ സ്ഥിതി. അത് ഗണന അനുസരിച്ച് ഒക്കെ വരുന്ന വ്യത്യാസങ്ങളാണ്. ഏതായിരുന്നാലും ഇന്ന് ശഅബാൻ 29 ഇന്ന് നോമ്പ് മാസപ്പിറവി കാണാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 26 മിനിറ്റ് മുതൽ 29 മിനിറ്റ് വരെ ഇന്ന് ചന്ദ്രനെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കണക്ക് അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഗണിത അനുസരിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് കണ്ടാൽ നമ്മൾ നോമ്പെടുക്കണം. കണ്ടില്ലെങ്കിൽ നാളെ 30 പൂർത്തിയാക്കുന്നു, പിറ്റേന്ന് ഞായറാഴ്ച നോമ്പ് ഒന്നായിരിക്കും. ഇതാണ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അങ്ങനെയാണ്. ഇദാ റഅയ്തുമുൽ ഹിലാല ഫസൂമു, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കണം. അത് റമദാനിലാണെങ്കിൽ നോമ്പെടുക്കുക, ശവ്വാലിലാണെങ്കിൽ നമ്മൾ നോമ്പ് ഒഴിവാക്കി പെരുന്നാളിലേക്ക് പ്രവേശിക്കുക. ഇതാണ് പരിശുദ്ധ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുക. കണക്ക് മാത്രം പോരാ, അതോടൊപ്പം എന്തു വേണം, കാണുകയും കൂടി ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിറവി ഉണ്ടായാൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ അറിയുക. ഇതൊക്കെയാണ് പലരും പല കണക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇന്നും നാളെയൊക്കെ നോമ്പ് ഉറപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കാണണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാഭൂരിപക്ഷവും ഇസ്ലാം അങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുമുള്ളത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ നാളെ ആയാലും മറ്റന്നാളായാലും അത് ഏറ്റവും ഭംഗിയായി വളരെ സന്തോഷത്തോടു കൂടി റമദാനിനെ സ്വീകരിക്കുകയും അത് തീരുന്നതുവരെ ഓരോ ദിവസം കഴിയും തോറും അതിങ്ങനെ, പ്രവാചകന്റെ നോമ്പ് അങ്ങനെയായിരുന്നു. നോമ്പ് 1 മുതൽ 30 വരെ അല്ലെ 29 വരെയും ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മുന്നോട്ട് 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 ഇങ്ങനെ കുതിച്ചുയരുന്നതായി കാണാമായിരുന്നു. അവസാനം അരയും തലയും മുറുക്കി അവസാനത്തെ 10 വരുമ്പോൾ പ്രവാചകൻ മാത്രമല്ല, പ്രവാചകന്റെ ഭാര്യമാരും പ്രവാചകന്റെ മരണശേഷം ഇത്തികാഫിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ പള്ളിയിൽ ചടഞ്ഞിരിക്കുക, ഇത്തികാഫിരിക്കുക, ഇങ്ങനെ പരമാവധി അള്ളാഹുവിലേക്ക് അടുത്ത് ലൈലത്തുൽ ഖദർ അതൊക്കെ നമ്മൾ അനുഭവിച്ചറിയണം. ഇതൊക്കെയാണ് ഈ ഒരു മാസം എല്ലാം പരമാവധി നമ്മൾ ഒഴിഞ്ഞ് നിൽക്കാനാണ് ശ്രമം നടത്തേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൃത്യമായി നോമ്പെടുക്കുകയും ആരാധനകളിൽ പരമാവധി പങ്കെടുത്ത് പരമാവധി നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുക, തറാവീഹുകളിൽ കൃത്യമായി പങ്കെടുക്കാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇപ്പല്ല, കഴിഞ്ഞ നോമ്പ് സമയത്തൊക്കെ ഉണ്ടായിരുന്ന പലരെയും നമ്മുടെ ഈ സദസ്സിൽ പള്ളിയുടെ ഉള്ളിൽ കാണുന്നില്ല. പലരും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകി തിരിച്ചുപോയി. നമ്മളും നാളെ പോകേണ്ടവരാണ്. അടുത്ത മണിക്കൂറിൽ ആരാണ് അടുത്ത ടിക്കറ്റ് എന്ന് നമുക്കാർക്കും അറിയില്ല. ആ ചാർട്ട് അനുസരിച്ച് അതിന് ഉത്തരവാദപ്പെടുത്തിയിട്ടുള്ള മലക്കുകൾ ആ കർമ്മം നിർവഹിച്ചു കൊണ്ടേയിരിക്കും. ഏതായിരുന്നാലും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന നോമ്പിന് എങ്ങനെയാ നോമ്പെടുക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ നിയ്യത്ത് ഏറ്റവും നല്ല ഒരു നിയ്യത്താണ്. ആ നിയ്യത്തിന് അല്ലാഹു തആല തീർച്ചയായും അവർക്ക് പ്രതിഫലം നൽകും, അതിലൊരു സംശയവുമില്ല. ഏതായിരുന്നാലും രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല രോഗം എത്രയും വേഗം ശമനം നൽകി റമളാനിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.